Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. Dr. APJ Nursing Academy പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന നേഴ്സിംഗ് ട്യൂട്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ മാർക്ക് എത്രത്തോളമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, എന്തായിരുന്നു നിങ്ങളുടെ ഉള്ള കമൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആൻസർ കീയിൽ ഞാൻ ഈ പറയുന്ന ആൻസർ കീയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റ് വരാം. അത് നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ അത് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ആൻസറിൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആണ്. അത് നമുക്ക് ഫൈനലിലേക്ക് ആൻസർ കീ വരും, പ്രൊവിഷണൽ ആൻസർ കീ കൂടാതെ ഒരു ഫൈനൽ ആൻസർ കീ വരും. അപ്പോൾ എനിവേ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ചലഞ്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചലഞ്ചിങ്ങും അതിനകത്ത് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ പരീക്ഷ എഴുതിയവർക്കൊക്കെ നല്ല കുഴപ്പമില്ലായിരുന്നു അല്ലേ, ഒരു ആവറേജ് തലത്തിലുള്ള എക്സാം ആണെന്നാണ് തോന്നുന്നത്. എനിവേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു റിസർച്ച് പാർട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ടഫ് പാറ്റേൺ ആയിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇറ്റ് ഈസ് എ ബേസിക് ക്വസ്റ്റ്യൻസ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരുന്നു. എനിവേ നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അറൗണ്ട് 60-65 കേട്ടോ. അത് നമുക്ക് ഉറപ്പിക്കാം, അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ കട്ടായിട്ട് എല്ലാവർക്കും പരീക്ഷ എഴുതിയവർക്ക് എഴുതാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നെഗറ്റീവ് മാർക്ക് വന്ന് മാർക്കിൽ ചിലപ്പോൾ അത് കുറഞ്ഞൊക്കെ വരാം കേട്ടോ. എനിവേ 65-70ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി എല്ലാം ടീച്ച് ചെയ്തതാണ്, നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കീയിലോട്ട് കിടക്കാം. അപ്പം നിങ്ങളൊക്കെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്രദവും വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Arterial blood gas analysis pH 7.3, partial pressure of oxygen 56 and carbon dioxide is 74 അല്ല. അപ്പം തന്നെ നമുക്ക് ആൻസർ ആയി, പി എച്ച് കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. റോം എന്ന് പറയുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി അസിഡോസിസ് അല്ല. റെസ്പിറേറ്ററി അസിഡോസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പി എച്ച് വെച്ചുകൊണ്ട് നമുക്ക് അസിഡോസ് ആക്കാം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചുകൊണ്ട് റെസ്പിറേറ്ററി. ഓക്കെ, റൈറ്റ് ലംബാർ റീജിയൻ അല്ലേ. ലംബാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിഡ്നിയാണ്, ആകെ കിഡ്നിയുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി അല്ല. ലോവർ ലിവർ, ഗാൾ ബ്ലാഡർ, റൈറ്റ് കിഡ്നി ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നെക്സ്റ്റ്, സ്പൈനൽ കോഡ് ഇഞ്ചറി അറ്റ് ലെവൽ ഓഫ് T1 അല്ലെ. തൊറാസിക് വെർട്ടിബ്ര സ്റ്റാർട്ടിങ് തൊട്ട് L1 L2 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇഞ്ചറി ആണെങ്കിൽ ഉറപ്പായിട്ടും ആ പേഷ്യൻസ് എന്ത് കാണും, പാരാപ്ലേജിയ അല്ലെ. പാരാപ്ലേജിയ ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, ദ വീനസ് റിട്ടേൺ ഫ്രം സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ ഡ്രെയിൻ ഇൻറ്റു അല്ലെ. അപ്പോൾ സ്റ്റൊമക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഇൻറ്റസ്റ്റൈൻ മാത്രമൊക്കെ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ മീസെൻട്രിക് വെയിൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ സ്റ്റൊമക്കും കൂടെ ചേർത്ത് പറയുന്നുണ്ട്, സ്റ്റൊമക്കിലും കൂടെ സപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് എടുക്കുന്നത്, പോർട്ടൽ വെയിൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആർട്ടീരിയൽ സപ്ലൈ ഓഫ് ഫീമറൽ ഹെഡ് ഓഫ് ആർട്ടീരിയലിൽ സപ്ലൈ ചെയ്യുന്ന എപ്പിഫൈസിയൽ, മീഡിയൽ എപ്പിഫൈസിയൽ ആർട്ടറിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, പഠിപ്പിച്ചിട്ടില്ല. എനിവേ ഞാൻ പറഞ്ഞു അനാട്ടമിയിൽ നിന്ന് ഒരു ടഫ് ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ നമ്മൾ കുറേ ഇന്ന് പഠിച്ചിട്ടും അത് കാര്യമില്ല. എനിവേ സ്കിപ്പ് ചെയ്തോളാം, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. എനിവേ മീഡിയഫൈസിയൽ എക്സ്റ്റെൻഡ്. ഓക്കെ, ദെൻ അപ്പൻഡിക്സ് ഓഫ് എപ്പിഡൈമിക്സ് കേട്ടോ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വോൾഫിയൻ ഡക്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വോൾഫിയൻ ഡക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ പൊസിഷൻ ഇൻ വിച്ച് ഫെസിലിറ്റേറ്റ് ഡയഫ്രം എക്സ്ക്രൂഷൻ ആൻഡ് എൻഹാൻസ്ഡ് ലങ് എക്സ്പാൻഷൻ അല്ലെ. ലങ് എക്സ്പാൻഷന് ഹെൽപ്പ് ചെയ്യുന്ന പൊസിഷൻ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം, ഇറ്റ് ഈസ് എ സെമി ഫോളസ് പൊസിഷൻ അല്ലെ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് വെൻ അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ അല്ലെ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാം അല്ലെ, പാം ഓഫ് ദ ഹാൻഡ്സ്, ബാക്ക് ഓഫ് ദ പാംസ്, ദെൻ ഫിംഗേഴ്സ് ആൻഡ് നക്കിൾസ്, ഫൈനലി തമ്പ് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റെക്കമെൻഡഡ് റേറ്റ് ഫ്ലോ ഓഫ് ഓക്സിജൻ ത്രൂ നാസൽ കാനൽ അല്ലെ. നോട്ടിലുണ്ട് 3 to 6 ലിറ്റർ ആണ്, എമർജൻസി നോട്ടിൽ കിടപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ബോഡി മെക്കാനിക്സ് വെൻ ലിഫ്റ്റിംഗ് ക്യാരിങ് ഹെവി ഒബ്ജക്റ്റ് അല്ലെ. ബോഡി മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫണ്ടമെന്റൽസ് പറഞ്ഞതാണ് അല്ലെ. അവിടെ നമ്മൾ എൽബോ എന്ത് ചെയ്യണം, ഫ്ലെക്സ് ചെയ്യണം, അതുപോലെ തന്നെ വൈഡ് ബേസ് സപ്പോർട്ട് വേണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ഡിസ്കഷൻ ക്വസ്റ്റ്യനിലും വരുന്നതാണ്, ഹയസ്റ്റ് ലെവൽ ഓഫ് മാസ്ലോ ഹൈറാർക്കി അല്ലെ എന്ന് ചോദിച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ,
ദെൻ കൺസേൺ ഓഫ് വെൽഫെയർ ആൻഡ് വെൽബീയിങ് ഓഫ് അതേഴ്സ് കേട്ടോ. അതെന്ന് പറയുന്നത് ആൾട്ടൂറിസം എന്നാണ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതോ ക്വസ്റ്റ്യനിലാണ് കിടക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾട്ടറിസം ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ പാത്വേസ് ഇൻക്ലൂഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയൻസ് ദാറ്റ് വാസ് ഡിഫൈൻ. അല്ലെ, ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു ക്രിട്ടിക്കൽ പാത്വേ റെക്കോർഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ICUലാണ് അല്ലെ. അപ്പോൾ ഇറ്റ്സ് എ പേഷ്യൻറ്റ് ഫോക്കസ്ഡ് ഔട്ട്കം. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വെൻ ഓപ്പണിങ് എ റാപ്പിഡ് സ്റ്റെറൈൽ ഐറ്റം ദ നേസ് നെസ്റ്റ് അല്ലെ. ഒരു സ്റ്റെറൈൽ ഐറ്റം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെയുള്ളത് ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ഓപ്പൺ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഫ്ലാപ്പ് എന്ത് ചെയ്യണം? എവേ ഫ്രം ദ ബോഡി അല്ലെ, ബോഡിക്ക് എവേ ആയിട്ട് ചെയ്യണം. അതുപോലെ ആം എന്ത് ചെയ്യണം? അതിനുശേഷം ഔട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കണം അല്ലെ. അപ്പോൾ അതാണ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ ഹോട്ട് വാട്ടർ ബാഗ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് സേഫ് ഫോർ നോർമൽ അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ അല്ലെ. പിന്നെ കോൾഡിൻ്റെയും ഹോട്ടിൻ്റെയും ടെമ്പറേച്ചർ സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ഒക്കെ ഉള്ളത് ഓൾറെഡി നോട്ട്സിലും ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞതാണ് 14.5 to 46. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പതോഫിസിയോളജിക് പ്രോസസ് ഓഫ് സ്പൈനൽ ഷോക്ക് അല്ലെ. ഇപ്പം സ്പൈനൽ ഷോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പൈനൽ ഷോക്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റം ഫുൾ അടിച്ചു പോകും. പാരാസിമ്പത്തറ്റിക്കിൽ ക്രേനിയൽ നെർവിൻ്റെ സപ്ലൈ ഉണ്ടായതുകൊണ്ട് പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യും? ഓവർ സ്റ്റിമുലേഷൻ നടത്തും അല്ലെ. അപ്പോൾ ഓവർ സ്റ്റിമുലേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കുറയും. അതുപോലെ തന്നെ അരിത്മിയാസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ലോസ് ഓഫ് കൺട്രോൾ ഓഫ് കാർഡിയോവാസ്കുലർ മെക്കാനിസം ഈസ് ദ പ്രൈമറി പതോളജിക്കൽ പ്രോസസ് ഓഫ് സ്പൈനൽ ഷോക്ക് കേട്ടോ. അപ്പോൾ എക്സാഗ്രേറ്റഡ് സിമ്പത്തറ്റിക് റെസ്പോൺസ് അല്ല, സിമ്പത്തറ്റിക് റെസ്പോൺസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലോവർ മോട്ടോർ ന്യൂറോൺസ് പെരിഫറലിലാണ് നമ്മൾ പറയുന്ന. ടെമ്പററി ലോസ് ഓഫ് റിഫ്ലെക്സ് അല്ല അല്ലേ, ടെമ്പററി അല്ല, പെർമനൻറ്റും അതുപോലെ തന്നെ ടെമ്പററിയും വരാം. ഓക്കെ, നെക്സ്റ്റ്, പോളിഡിപ്സി ആൻഡ് പോളിയൂറിയ റിലേറ്റഡ് ടു ഡയബറ്റീസ് മെൽറ്റസ് അല്ലേ. നമ്മൾ പറഞ്ഞാണ് റീനൽ നെഫ്രോണിൻ്റെ ത്രഷോൾഡ് കൂടി ഓസ്മോട്ടിക് എഫക്റ്റ് വന്നിട്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. ഓക്കെ, ഓൾറെഡി പഠിപ്പിച്ചതാണ് ഫ്ലൂയിഡ് ഷിഫ്റ്റ് റിസൾട്ടിങ് ഓസ്മോട്ടിക് എഫക്റ്റ് ഓഫ് ഗ്ലൈക്കൻസ്. നെക്സ്റ്റ്, എ ക്ലയൻറ്റ് വിത്ത് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ വിച്ച് ഓഫ് ദിസ് അസസ്മെൻറ്റ് വുഡ് ഇൻഡിക്കേറ്റ് പോസിബിൾ കോസ് ഓഫ് ദിസ് അല്ലേ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞതാണ് ഈ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയയിൽ നോക്സിക് സ്റ്റിമുലസ് ഫ്രം ദ ബിലോ ദ ലെവൽ ഓഫ് ഇഞ്ചറി അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കിങ്ഡ് കത്തീറ്റർ ട്യൂബിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മോസ്റ്റ് എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ ഇൻ ഡിക്രീസിങ് ദ അബ്സോർഷൻ ഓഫ് ഇൻജസ്റ്റഡ് പോയ്സണിങ് അല്ലെ. അബ്സോർഷൻ ഓഫ് ഇൻജസ്റ്റഡ് പോയ്സണിങ് ഫ്രം സ്റ്റൊമക് ടു അല്ലെ, സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനൽ ബ്ലഡ് വെസൽസിലോട്ട് എന്ത് ചെയ്യുന്നു? പോയ്സൺ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂണിവേഴ്സൽ ആൻറ്റിഡോട്ടായ ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നല്ലപോലെ പറഞ്ഞാണ്. ഓക്കെ, നെക്സ്റ്റ്, കരോട്ടിഡ് എൻഡാർട്ടറൈഡക്ടമി അല്ലെ. സ്ട്രോക്ക് കഴിഞ്ഞുള്ള ഒരു പേഷ്യൻസിന് അതുപോലെ തന്നെ ഫർദർ സ്ട്രോക്ക് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്ലേക്ക് അല്ലെ, സ്ട്രോക്ക് അത്രോസ്ക്ലീറോട്ടിക് പ്ലേക്കിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തെടുക്കുന്നു അല്ലെ. അപ്പം ദാറ്റ് ഈസ് ഓപ്ഷൻ സി, പ്രിവെൻറ്റ് എ സ്ട്രോക്ക് ബൈ റിമൂവിങ് അത്രോസ്ക്ലീറോട്ടിക് പ്ലേക്ക് ആൻഡ് ബ്ലോക്കിംഗ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ. ഓക്കെ, നോർമൽ PR ഇൻ്റർവൽ പഠിപ്പിച്ചാണ് 0.2 സെക്കൻഡ് നോട്ടിലുണ്ട് കേട്ടോ. ഇമ്പൻഡിഗോ ഈസ് എ ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസ്. സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസും ഉണ്ട് അല്ലേ. അതുപോലെ സ്ട്രെപ്റ്റോകോക്കസും ഉണ്ട്, സ്റ്റെഫൈലോകോക്കസ് രണ്ടും വരുന്നത് ഏതാണ്? ഇമ്പൻഡിഗോ ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ABG വാല്യൂ ഓഫ് PaC2 ഇൻക്രീസ്ഡ് അല്ലേ. ഇൻക്രീസ്ഡ് PaC2 ഡിക്രീസ്ഡ് PaCO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുകയും അതുപോലെ pH കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി അൽക്കലോസിസ്. നെക്സ്റ്റ്, ഇന്നബിലിറ്റി റെക്കഗ്നൈസ് ആൻ ഒബ്ജക്റ്റ് ഫീലിംഗ് ഇറ്റ് സൈസ് ആൻഡ് ഷേപ്പ് അല്ലേ. ദാറ്റ് ഈസ് അൻസോഗ്നോസിയ അല്ലേ. അഗണോസിയ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അതിൻ്റെ സൈസും കൂടെ പറയുമ്പോൾ ദാറ്റ് ഈസ് അൻസോഗോണോസിയ. ഓക്കെ, ഓൾറെഡി CNS നോട്ട്. കുഷിംഗ് സ്ട്രൈഡ് എല്ലായിടത്തും പഠിപ്പിച്ചാണ്. ഹെഡ് ഇഞ്ചറിയിൽ ഇൻക്രീസ് ICP. ഓക്കെ, ദ ടെക്നിക് യൂസ്ഡ് ടു അൾട്രാസൗണ്ട് വൈബ്രേഷൻ ടു ബ്രേക്കപ്പ് ദ ഒപ്പാഫൈഡ് ലെൻസ് മെറ്റീരിയൽസ് കാർഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ കാറ്ററാക്റ്റിൽ പോക്കോമെൽസിഫിക്കേഷൻ സർജറി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എവിസറേഷനൊക്കെ, റിമൂവൽ ഓഫ് ഐബോൾ, എന്യൂക്ലിയേഷൻ, എക്സെൻട്രേഷനൊക്കെ ആ സർജറി വരുന്നതാണ്. ഓക്കെ, ദ ഐഡിയൽ കഫ് പ്രഷർ ഓഫ് ട്രക്യോസ്റ്റമി ട്യൂബ് കേട്ടോ. എമർജൻസി നോട്ടിൽ കിടപ്പുണ്ട്. അവിടെ ഞാൻ പഠിപ്പിച്ചത് mgയിലാണ് പഠിപ്പിച്ചത്. 2 to 3 mm ഓഫ് HG പ്രഷർ അല്ലെങ്കിൽ 20 to 30 centimeter ഓഫ് വാട്ടർ പ്രഷർ. ഓക്കെ, ദ മോസ്റ്റ് കോമൺ പതോളജിക്കൽ ഫൈൻഡിങ് ഇൻ ഇൻഡിവിജ്വൽ വിത്ത് സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെ. സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുമ്പോൾ MI കോസിസ് അത്രോസ്ക്ലീറോട്ടിക് ഡിസീസ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ചൂസൺ ഫോർ എ പേഷ്യൻറ്റ് വിത്ത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ. അപ്പോൾ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സീവ് ആയിട്ടുള്ള മെക്കാനിക്കൽ വെന്റിലേഷൻസ് ഓപ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ആസ് സൂൺ ആസ് പോസിബിൾ പേഷ്യൻ്റെ
ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ദ PO2 നോർമൽ ലെവൽ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. നെക്സ്റ്റ്, നോർമൽ CSF പ്രോട്ടീൻ പഠിപ്പിച്ചതാണ്, mg/dl 15 to 45. നെക്സ്റ്റ്, ട്രാൻസേഴ്സ് സെർവിക്കൽ ലിഗമെന്റ് നോട്ടിൽ നല്ലതുപോലെ കിടപ്പുണ്ട്, ദാറ്റ് ഈസ് മക്കൻസൺസ് ലിഗമെന്റ് കേട്ടോ. പ്ലാസന്റ ഡിറൈവ്ഡ് ഫ്രം ട്രോപ്പോപ്ലാസ്റ്റ് പഠിപ്പിച്ചതാണ്. ആൻറ്റിഡോട്ട് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് കുറേ ക്വസ്റ്റ്യൻസിൽ ചെയ്തതാണ്, കാൽസ്യം ഗ്ലൂക്കണൈറ്റ്. നെക്സ്റ്റ്, ഡീപ് ട്രാൻസേഴ്സ് അറസ്റ്റ് ഏതാണ്, റൈറ്റ് ഓസിപ്പിട്ടോ പോസ്റ്റീരിയർ നോട്ടിലുണ്ട്. സൂപ്പർഫിഷ്യൽ എഡിമ ഓഫ് ബ്രൂയിസിംഗ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ടിഷ്യൂ അറൗണ്ട് ദ അംബിലിക്കസ് അല്ലെ, പാങ്ക്രിയാറ്റൈറ്റിസും അല്ലെ പ്രഗ്നൻസിയിലെ ഒരു കണ്ടീഷനിൽ ഇത് പഠിപ്പിച്ചതാണ് കേട്ടോ, കുള്ളാൻ സൈൻ. നെക്സ്റ്റ്, ബി ലിഞ്ച് സ്യൂച്ചർ അല്ലെ, പോസ്റ്റ്പാർട്ടം ഹെമറേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സ്യൂച്ചറാണ് എന്തെന്ന് പറയുന്നത്, ബി ലിഞ്ച് സ്യൂച്ചർ നോട്ടിൽ കിടപ്പുണ്ട്. ഓക്കെ, ഫോളോയിങ് ഡ്രഗ്സ് ആർ ഓവുലേഷൻ ഇൻഡ്യൂസ് അല്ലെ, ക്ലോമോഫിൻ, ഗൊണാഡോട്രോപ്പിൻസ്, ഡാൻസോൾ ഓൾസോ എ ഗൊണാഡോട്രോപ്പിൻ തന്നെയാണ്, അപ്പോൾ മെറ്റ്ഫോർമിൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, റേഷ്യോ ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ടു വെന്റിലേഷൻ അല്ലെ, ചെസ്റ്റ് കംപ്രഷൻ ടു വെന്റിലേഷൻ ഓഫ് ന്യൂ ബോൺ എന്ന് ചോദിച്ചാൽ 3:1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ സോൺ ക്ലോസ്ലി അസോസിയേറ്റഡ് അല്ലെ, നമ്മൾ പാസ്മിയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രേഡിങ് ചെയ്യും കേട്ടോ, ആ ഗ്രേഡിങ് തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സോൺ എന്ന് പറയുന്ന, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെർവിക്കൽ ക്യാൻസർ. നെക്സ്റ്റ്, ബിഷപ്പ് സ്കോർ അല്ലെ, ബിഷപ്പ് സ്കോറിൻ്റെ പ്രസൻറ്റിംഗ് പാർട്ട് സെർവിക്കൽ ഡയലേഷൻ, എഫെക്സ്മെൻറ്റ് ഓഫ് സെർവിക്സ് ഇതെല്ലാം വരുന്നതാണ്. ഇതിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോട്ട് എ പാർട്ട് അല്ലെ, നമ്മൾ സെർവിക്കൽ സ്കോർ എന്നുള്ള രീതിയിലാണ് ബിഷപ്പ് സ്കോർ പഠിക്കുന്നത്. ഓക്കെ, റെക്കമെൻഡഡ് കലോറി ഇൻടേക്ക് ഓഫ് 1 year old ചൈൽഡ് നല്ലപോലെ ക്വസ്റ്റ്യനിൽ പഠിഞ്ഞാണ്. 1 വയസ്സുള്ള ചൈൽഡിന് 100, 2 വയസ്സുള്ള കുട്ടിക്ക് 125, 3 വയസ്സുള്ള കുട്ടിക്ക് 130 കേട്ടോ. 1300, 1200, 1100. അപ്പോൾ ഇവിടെ നമുക്ക് 1000 ഈസ് 1 year old ചൈൽഡിൻ്റെ കലോറി റിക്വയർമെൻറ്റ്. ഓക്കെ, അണ്ടർ ഡെവലപ്ഡ് സ്മോൾ മാൻഡിബിൾ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പഠിപ്പിച്ചല്ല, ഇറ്റ് ഈസ് എ പെരി റോബിൻ സിൻഡ്രോം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ കെയർ ഓഫ് എ ന്യൂ ബോൺ അല്ലെ, അപ്പോൾ ഇതും നമ്മൾ പഠിപ്പിച്ചതാണ്. വൈറ്റമിൻ കെ എല്ലാ ബേബീസിനും കൊടുക്കുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ കറക്റ്റാണ്. ഇനിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെ, ഇനിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന ബിഫോർ ഡിസ്ചാർജിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലെ. മദർ ഷുഡ് നോട്ട് ബി ഇൻഫോംഡ് ഓഫ് ദ ഡേഞ്ചർ സിഗ്നൽസ്, അത് തെറ്റാണ് അല്ലെ, ടു ബി ഇൻഫോം. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ക്രേനിയൽ സ്യൂച്ചർ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ 2 parietal bone 2PS അല്ലെ, അങ്ങനെയാണ് കോഡ് 2PS, 2 parietal is sagittal. ഓക്കെ, നെക്സ്റ്റ്, പാസ്ചറൈസ്ഡ് culture negative human milk can be preserved in a human milk bank for a period of 3 months കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2 to 4 months. ഓക്കെ, നോട്ടിലുണ്ട്. ചൈൽഡ് ഡ്രോ എ കംപ്ലീറ്റ് ട്രയാങ്കിൾ അല്ലെ, പഠിപ്പിച്ചാണ്. 3 വയസ്സിൽ സ്ക്വയർ, 4 വയസ്സിൽ റെക്റ്റാങ്കിൾ, 5 വയസ്സിൽ ട്രയാങ്കിൾ. ഓക്കെ, ആൻസർ ഈസ് 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സീൻ ഇൻ മരാസ്മസ് ബട്ട് നോട്ട് ഇൻ കാഷ്യോർക്കർ അല്ലെ, എടുത്തു പറഞ്ഞാണ്. കാഷ്യോർക്കറിലെ കുട്ടിക്ക് വിശപ്പ് കുറവും മരാസ്മസിൽ ഫാറ്റ് പോകുന്നതുകൊണ്ട് ഇൻക്രീസ് തേഴ്സ്റ്റ്, അപ്പറ്റൈറ്റ് അല്ലെ, ഗുഡ് അപ്പറ്റൈറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കൊളിക് പെയിൻ, വോമിറ്റിംഗ്, റെഡ് കറന്റ്, ജെല്ലി സ്റ്റൂൾ ആൻഡ് പാൽപ്പബിൾ ലംപ് പെർ അബ്ഡമൻ ഫോർ ദ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഓഫ് ഇൻഡസസ്പിഷൻ. ഓക്കെ, നോട്ടിലുണ്ട്. പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി, ന്യൂട്രോപീനിയ, മെറ്റാഫേസിയൽ ഡിസ്കോൺട്രോപ്ലേസിയ, ഗ്രോത്ത് റിട്ടാർഡേഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് സ്ക്വാൻഫാൻ സിൻഡ്രോം ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, പഠിപ്പിച്ചിട്ടില്ല, ലീവ് ഇറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീസ് സെൻസിറ്റീവ് വാക്സിൻ അല്ലെ, ഫ്രീസ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റൻറ്റ് വാക്സിൻ, ദാറ്റ് ഈസ് DPT, ടി ചേർത്ത് വരുന്ന എല്ലാം വരും അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പതോജനിക് അൽഷിമേഴ്സ് ഡിസീസ് ദ ഇനിഷ്യൽ പതോളജിക്കൽ ഇവൻറ്റ് കേട്ടോ. ഇവിടെ 2 ആൻസർ നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഇനിഷ്യലി സെനൈൽ പ്ലേഗ് ഫോർമേഷൻ ആണ് ബ്രെയിനിൽ വരുന്ന പ്ലേഗ് ഫോർമേഷൻ, ആ പ്ലേഗ് പിന്നെ കൺവേർട്ടഡ് ആയിട്ട് ബീറ്റ അമൈലോയിഡ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ കേസ് ഓപ്ഷൻ എ PSCയിൽ വന്നാലും തെറ്റ് പറയാൻ പറ്റത്തില്ല. എനിവേ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, എ ക്ലയൻറ്റ് വിത്ത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ടെൻഡ് ടു ഐഡിയലൈസ് എ ഫ്രണ്ട് ആസ് എ പെർഫെക്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് അല്ലെ. അപ്പം പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലേ. അപ്പോൾ അവരിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും ഡൂയിങ് ആൻഡ് അൺഡൂയിങ് കേട്ടോ. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് എന്നുള്ള ഒരു കീവേഡ് വെച്ചുകൊണ്ട് നമുക്ക് അൺഡൂയിങ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, excitatory neurotransmitter high level can excite a neuron such as extended that the cell dies. This property often referred to as excitotoxicity കേട്ടോ. പഠിപ്പിച്ചില്ല. എക്സൈറ്റോടോക്സിസിറ്റി ഉണ്ടാക്കി സെൽ ഡെത്ത് ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗ്ലൂട്ടാമേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഫോറൻസിക് മെൻ്റൽ ഹെൽത്ത് നേഴ്സ് അസിസ്റ്റ് ദ ലോ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് officers to see and assess the mental status of perceptor participant in the critic in the incident, provide a link into mental health agency, the role referred to us അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ
കൺസൾട്ടൻ്റ് ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. കൺസൾട്ടൻ്റ് ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള. എന്നിരുന്നാൽ പോലും അതിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്നും നോട്ട് ബുക്കിലും ടെസ്റ്റിലും ഒന്നുമില്ല. എനിവേ ഫോറൻസിക് നേഴ്സ് എക്സാമിനർ എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 ആൻസർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. എനിവേ ദ ഓപ്ഷൻ സി ഫോറൻസിക് നേഴ്സ് എക്സാമിനർ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, a nurse must possess a certain quality to initiate and maintain the therapeutic relationship. The following are the action-oriented condition to facilitate nurse-patient relationship, except അല്ലെ. അപ്പം കാത്തറ്റിക്സ് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ, അവരെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ അല്ലെ ഫ്രീ ആക്കുന്നത് കാത്തറ്റിക്സ് ആണ്. റോൾ പ്ലേ ആവണം, എമ്പതി വേണം അല്ലെ. അപ്പോൾ ഇവിടെ വേണ്ടാത്ത കൺഫ്രണ്ടേഷൻ അല്ലെ, അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല അല്ലെ. ദാറ്റ് ഈസ് ദ എക്സെപ്റ്റ് ആൻസർ. നെക്സ്റ്റ്, while administering medication, the nurse need to assess the pain's response to medication. The nurse uses following rating scale for assessment of neuroleptic induced Parkinsonism for patient seeing antipsychotic. അല്ലെ, അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അങ്ങോട്ട് ഏതോ ഒരു സെമിനാർ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. ടൊറാൻഡോ സൈഡ് എഫക്റ്റ് സ്കെയിലിൻ്റെ ഒരു സെമിനാർ ഇപ്പം നിമാൻസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നടന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സുകൾ, മെയിൻലി ഡിപ്രഷൻ, മൂഡ് ഡിസോർഡർ അല്ലെ, അതുപോലെ സ്കീസോഫീനിയ അങ്ങനെയൊക്കെയുള്ള ഇടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്കെയിലുണ്ട്. ദാറ്റ് ഈസ് ടൊർണാഡോ സൈഡ് എഫക്റ്റ് സ്കെയിൽ. ഓക്കെ, ഇവിടെ അസസ് ദ പേഷ്യൻ്റ് റെസ്പോൺസ് ടു മെഡിക്കേഷൻ അല്ലെ, മെഡിക്കേഷൻ്റെ റെസ്പോൺസ് ദ നേഴ്സ് യൂസസ് ദ ഫോളോയിങ് റേറ്റിംഗ് സ്കെയിൽ ഫോർ അസസ് ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺസ് കേട്ടോ. അതുപോലെ അതിനോട് തന്നെ ക്ലിനിക്കൽ ഗ്ലോബൽ ഇംപ്രഷൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത് ഡോക്ടേഴ്സ് സൈഡും, ടൊറൻഡോ സ്കെയിൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ അത് നേഴ്സിംഗ് സൈഡ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, എ മെൻ്റൽ ഹെൽത്ത് നേഴ്സ് വർക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി എ ഹോം ഹെൽത്ത് വിത്ത് അതർ ടീം മെമ്പേഴ്സ് ടു പ്രൊവൈഡ് അൺലിമിറ്റഡ് മെഡിക്കൽ സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേറ്റീവ് സർവീസ് അഡൽട്ട് വിത്ത് സിവിയർ മെൻ്റൽ ഇൽനെസ്. ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ ഈസ് റിപ്പയർസ് അല്ല. അപ്പോൾ ഹോം റിലേറ്റീവ്സ് എല്ലാം വെച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റിയെ നമ്മൾ തെറാപ്യൂട്ടിക് മിലു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം തെറാപ്പി. ഓക്കെ, സൈക്കാട്രി. നെക്സ്റ്റ്, a client was recently diagnosed to have a cancer. Say that the investigations are wrong. It can't happen to him. അല്ല, the nurse provide care to the client recognize disease. അല്ല, അപ്പം ഒരു ക്ലയൻറ്റിൻ്റെ തോട്ടാണ് അല്ലെ, ഒരു ആൻറ്റിസിപ്പേറ്ററി തോട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മുടെ നേഴ്സിംഗ് ഡയഗ്നോസിസ് ആൻറ്റിസിപ്പേറ്ററി കോപ്പിംഗ് അല്ല. അപ്പം the nurse who provides care to the client recognize this as an anticipatory coping is the correct answer. Next, a client with mania makes a comment. The nurse during day shift she did not allow me to go out of the ward. You are such a nice person who is very loving and caring. I know you will definitely allow me. The new assigned nurse didn't allow him to go out. Here the behavior the nurse is based on the principle that അല്ല. അപ്പം നേരത്തെ നേഴ്സും ഒരു ആക്ഷൻ എടുത്തു, ഇപ്പം വന്നിരിക്കുന്ന സെക്കൻഡ് ഷിഫ്റ്റിലെ നേഴ്സും ഒരു ആക്ഷൻ എടുക്കണം അല്ലെ. ഫസ്റ്റ് ഷിഫ്റ്റിൽ നേഴ്സ് എടുത്ത ആക്ഷൻ മാനിയ പേഷ്യൻ്റ് ആണ്, പുറത്ത് പോയി കഴിഞ്ഞാൽ വയലൻ്റ് ആവും അല്ലെ. അപ്പോൾ വരുന്ന നേഴ്സും അതേ രീതിയിലുള്ള ആക്ഷൻ തന്നെയാണ് എടുക്കേണ്ടത് അല്ലെ. അപ്പോൾ അതെന്താണ്, നമ്മൾ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ. അപ്പോൾ യൂസ് ഓഫ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആസ് എ തെറാപ്യൂട്ടിക് ടൂൾ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, a client presented with a condition which thought never entered before incorrectly regarded as a repetition of previous thought. The nurse recognized that it is അല്ലേ. അപ്പോൾ കറക്റ്റ്ലി റെക്കഗ്നേഷൻ ആണെങ്കിൽ അതിനെ ഡിജാവു എൻഡേഡ് എന്നും, ഇൻകറക്റ്റ്ലി അതിനെ പ്രീവിയസ് തോട്ടിനെ റിപ്പീറ്റ് ചെയ്താണ് ദാറ്റ് ഈസ് ഡിജാപെൻസ് കേട്ടോ. ഡിജാപെൻസ് പഠിപ്പിച്ചില്ല, പക്ഷേ ജംസാവു ഡെജാവു പഠിപ്പിച്ചാണ്. അത് റിലേറ്റഡ് ടു കൺവേർഷൻ ഡിസോർഡറിൽ സറൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താണ് പഠിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെസിഫിറ്റി ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ദ എബിലിറ്റി ടു ഡിറ്റക്ട് അല്ലെ. നമ്മളെ ഈ ക്വസ്റ്റ്യൻ റിസർച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ടു ചെക്ക് ദ ഫോൾസ് പോസിറ്റീവ് അല്ലെ. ഫോൾസ് പോസിറ്റീവ് റിസൾട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള. ഓക്കെ, നെക്സ്റ്റ്. കാഷ്വൽ അസോസിയേഷൻ ഫാക്ടേഴ്സ് ടു ദ എബിലിറ്റി ക്യാൻ ബി റിവീൽഡ് ബൈ അല്ലെ. അപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അല്ലെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു അസോസിയേഷൻ അല്ലെ, ബെറ്റർ ബൈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി കേട്ടോ. കാഷ്വൽ അസോസിയേഷൻ ഫാക്ടേഴ്സ് ക്യാൻ ബി റിവീൽഡ് ബൈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. നെക്സ്റ്റ്, റേഷ്യോ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ് എമോങ് എക്സ്പോസ്ഡ് ടു ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് എമോങ് നോൺ എക്സ്പോസ് അല്ലെ. നമ്മൾ രണ്ട് എക്സ്പോസ്ഡ് നോൺ എക്സ്പോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റീവ് റിസ്ക് കേട്ടോ. അത് പഠിപ്പിച്ചാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ. നെക്സ്റ്റ്, കോർപ്പുലൻസ് ഇൻഡെക്സ് കേട്ടോ. അപ്പോൾ പഠിപ്പിക്കാൻ വിട്ടുപോയൊരു പോർഷനാണ്. എനിവേ അത് നമ്മൾ ഒബീസിറ്റി, BMI, കിപ്ലെറ്റ് ഇൻഡെക്സ് ഒക്കെ പഠിപ്പിച്ചാണ്, അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണിത്. ദാറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഒബീസിറ്റി. നെക്സ്റ്റ്,
ട്രാക്കിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ കേട്ടോ, അതും പഠിപ്പിച്ചിട്ടില്ല. ട്രാക്കിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ നമ്മൾ ഇനിയിപ്പം പഠിപ്പിക്കുന്നതിൽ ആഡ് ചെയ്യാം. കുട്ടികളിൽ കേട്ടോ, കുട്ടികൾ മുതൽ വലുതാകുന്നത് വരെയുള്ള എയർലി ഫോളോ അപ്പ് കേട്ടോ, നേരത്തെ സ്ക്രീനിങ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്കിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ. ഫോളോ അപ്പ് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ഫ്രം ഇയർലി ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്. ഓക്കെ, നെക്സ്റ്റ് കോൾഡ് ചെയിൻ ദ വാക്കിൻ കൂളേഴ്സ് അല്ലെ, വാക്കിൻ ചേർത്ത് ഏത് വന്നാലും 3 months പഠിപ്പിച്ചതാണ്. ഓക്കെ, നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഫോർ 1000 വുമൻ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഈസ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, പഠിപ്പിച്ചത്. ദ പർപ്പസ് ഓഫ് സെന്റിനൽ സർവൈലൻസ് ഓൾസോ പഠിപ്പിച്ചതാണ്, നോട്ടിലുണ്ട്, കമ്മ്യൂണിറ്റിയിലുണ്ട്. ഐഡന്റിഫൈ ഇൻ ദ മിസ്സിംഗ് കേസസ് ഇൻ ദ കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ദ സിമ്പിൾ ടെസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് കാലാസാർ, നോട്ടിലുണ്ട്. ദാറ്റ് ഈസ് ആൽഡിഹൈഡ് ടെസ്റ്റ് ഓഫ് നേപ്പിയർ. മാനേജ്മെന്റ് ടെക്നിക് ഇൻ വിച്ച് മേക്ക് ഷുവർ ദ ഡീറ്റെയിൽ പ്ലാനിങ് ആൻഡ് മോർ കോംപ്രിഹെൻസീവ് സൂപ്പർവിഷൻ അല്ലെ, മോർ കോംപ്രിഹെൻസീവ് സൂപ്പർവിഷൻ പ്ലാനിങ് ടൈപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് കേട്ടോ. അത് ഞാൻ പേർട്ടെന്ന് പഠിപ്പിച്ചോളാം, അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷേ അതിൻ്റെ പേർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു അസിസ്റ്റൻറ്റ് പ്രൊഫസർ നേഴ്സിംഗ് ട്യൂട്ടർ പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അബ്രീവേഷൻസ് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. എനിവേ നമ്മളെ നോട്ടിൽ വന്നില്ല. എനിവേ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ടു വിച്ച് 4 levels ഓഫ് മില്ലേഴ്സ് പിരമിഡ് ഡസ് ഓസ്പി കൺഫേം അല്ലെ, ഓസ്പി കൺഫേം എന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് കഴിഞ്ഞാൽ ഷോസ് ഹൗ അല്ലെ, പേഷ്യൻ്റ് എങ്ങനെയാണ് ആ കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ നേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലേ, ഷോസ് ഹൗ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ടു വിച്ച് ഫോളോയിങ് ഡൊമൈൻ ദ നോൺ ഡിസ്ക്രസി കമ്മ്യൂണിക്കേഷൻ ബിലോങ് ടു അല്ലെ, നോൺ ഡിസ്കസി എന്ന് പറയുമ്പോൾ അവിടെ സ്പീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ, അപ്പം സൈക്കോമോട്ടോർ സ്കിൽസ് വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് സൈക്കോമോട്ടോർ ഡൊമൈൻ. നെക്സ്റ്റ് ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഓക്കെ, എനിവേ സൈക്കോമോട്ടോർ ഡൊമൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ചീഫ് കമ്പോണൻറ്റ് ഓഫ് പ്രഗ്മാറ്റിസം നോട്ടിലുണ്ട്, നമുക്കറിയാം അല്ലെ, ജോൺ ഡേവി, വില്യം ജെയിംസ്, ചാൾസ് ഉണ്ട്, സോണ്ടേഴ്സ് 3 പേര്. ഓക്കെ, പഠിപ്പിച്ചതാണ് 3 and 4. നെക്സ്റ്റ് പ്രോഗ്രാംഡ് ലേണിംഗ് പഠിപ്പിച്ചതാണ്. ഇറ്റ് ഈസ് ബൈ ഒപ്പാരൻ്റ് കണ്ടീഷൻ BF സ്കിന്നർ. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിഹേവിയർ ലേണിംഗ് തിയറി. ഓക്കെ, ലുവിൻസ് ഫീൽഡ് തിയറി ഓഫ് പർപ്പസ് പഠിപ്പിച്ചില്ല. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിയറിയാണ് ലുവിൻസ് ഫ്രീഡൻ തിയറി ഓഫ് പർപ്പസ്. നെക്സ്റ്റ് which among the following is the most appropriate instructional strategy that help the learners to link something new and seemingly unfamiliar to something already understood അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ടീച്ചിങ് അല്ലേ, ടീച്ചിങ് നടത്തി അറ്റൻഡിൽ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെ, ഒന്നുകിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെ, പഠിപ്പിച്ച കാര്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, അപ്പോൾ അതെല്ലാം വരുന്ന ഇറ്റ് ഈസ് എ സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇസ്പേറ്റി അസസ്മെൻറ്റ് കേട്ടോ, പഠിപ്പിച്ചിട്ടില്ല, എനിവേ അറിഞ്ഞിരിക്കണം. ഇസ്പേറ്റി അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർവേ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു ഓതൻറ്റിക് അസസ്മെൻറ്റിനെയാണ് നമ്മൾ ഇസ്പേറ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പീർമാൻ ബ്രൗൺ പ്രൊഫസി ഫോർമുല. സ്പെർമാൻ ബ്രൗൺ പ്രൊഫസി ഫോർമുല ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് റിലയബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് അബൌട്ട് കൗൺസിലിംഗ് അല്ലെ, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അല്ലെ ഒരു കാര്യങ്ങളിൽ നിന്ന് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓപ്പറേറ്റ് അറ്റ് ഇമോഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പേഴ്സണൽ പ്രോബ്ലം, സോഷ്യൽ ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് എടുക്കാം അല്ലെ. അപ്പോൾ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഫോക്കസ് ഓൺ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ബട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൊല്യൂഷൻ അല്ലെ. സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ചില കൗൺസിലിംഗ് ദർ ഹാവ് ഗീവൻ സം സൊല്യൂഷൻ ഓൾസോ അല്ലെ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഫോക്കസ് ഈസ് നോട്ട് ഓൺ എ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ബട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് റോൾ ഓഫ് ഡെവിൽ അഡ്വക്കേറ്റ് അല്ലെ, ഡെവിൽ അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നു അല്ലെ, അവിടെ റെഡ്യൂസ് ദ ലോസ്, തെഫ്റ്റ് ആൻഡ് പിൽഫേജ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് അബൌട്ട് ജാപ്പനീസ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ അല്ല. ജാപ്പനീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുടുംബ വാഴ്ച കേട്ടോ, കുടുംബ വാഴ്ച എന്നുള്ള രീതിയാണ്. അവർ ലൈഫ് ടൈം എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ അവർക്ക് ഒരു കൊളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ കാണും, ഒരു ഇംപ്ലിങ്ഡ് കൺട്രോൾ ഓഫ് മെഷേഴ്സ് ആർ എംപ്ലോയിഡ് എല്ലാം കാണും കേട്ടോ. അവിടെ ഹയറാർക്കി ഒരു ഇമ്പോർട്ടൻസ് പാർട്ടല്ല, അവിടെ ഹയറാർക്കി ഒന്നുമില്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സ് ലൈഫ് ടൈം എംപ്ലോയ് ചെയ്യുന്ന ഓർഗനൈസേഷൻ കേട്ടോ. അപ്പം അങ്ങനെ വരുന്നതാണ് ജാപ്പനീസ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ. പഠിപ്പിച്ചിട്ടില്ല, ഇറ്റ് ഈസ് ഹയറാർക്കി ഇൻ നേച്ചർ കേട്ടോ. ഇനി മസ്ഗ്രഗോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂവർ. അത് മാക്ഗ്രഗോർ ഫോർ തിയറി ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചുള്ളൂ, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിവേ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്തവരും വൈ എന്ന് പറയുന്നവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ് അല്ലേ. അപ്പോൾ വൈ വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ കാരണമാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. വർക്ക് ചെയ്യാത്തവർ ചുമ്മാ നിൽക്കുക അല്ലേ, അവരെ എന്ത് ചെയ്യണം, ആദ്യം ഒരു എക്സ്ട്രൻസിക് മോട്ടിവേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ. അവർക്ക് എക്സ്ട്രൻസിക് മോട്ടിവേഷനും വർക്ക് ചെയ്യുന്നവർക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. എനിവേ ആ ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ച് ആലോചിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ. എനിവേ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് തിയറി ഓഫ് എക്സ് ലീഡർ ബിലീവ് ദാറ്റ് സബോർഡിനേറ്റ്സ് ആർ എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ്. എക്സ് ആൾക്കാരെ എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യണം, വൈ ആൾക്കാരെ ഇൻട്രൻസിക് മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 84. ഇൻ സിഗ്മ മോഡൽ ദ നമ്പർ ഓഫ് അക്സെപ്റ്റബിൾ എറേഴ്സ്, കേട്ടോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 3.4 മില്യൺ ഒക്കറൻസ് അല്ലെങ്കിൽ 3 പോയിന്റ് പെർ മില്യൺ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് കണ്ടന്റ് മെത്തേഡ്സ് റിലേഷൻഷിപ്പ് ഓഫ് ജോബ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ടെക്നോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ് ആസ് വെൽ ആസ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ജോബ് ഹോൾഡർ അല്ലേ. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ. നെക്സ്റ്റ്, 4/5 റൂൾ ഈസ് കണക്റ്റഡ് വിത്ത് അല്ലേ. 4/5 റൂൾ എന്ന് പറയുമ്പോൾ റിക്രൂട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അഡ്വൈസ് ഇമ്പാക്റ്റ് ഓഫ് സെലക്ഷൻ പ്രോസസ്. നെക്സ്റ്റ്, ജോബ് ഷാഡോയിങ് അല്ലേ. ജോബ് ഷാഡോയിങ് എന്ന് പറയുമ്പോൾ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോൾ അപ്രന്റീസ്ഷിപ്പ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് among the following ഇൻക്രീസ് ഇൻ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് അല്ലേ. അതായത് ഗ്രൂപ്പിൻ്റെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രൂപ്പിലെ കമ്മ്യൂണിക്കേഷൻ കുറയും, അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിലൊരു ഇഷ്യൂസ് ഒക്കെ വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഗ്രൂപ്പ് കൊഹേസീവ്നെസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ലോണം പഠിപ്പിച്ചാണ് ജയൻറ്റ് ചാർട്ട് അല്ലേ. അവിടെ ഫോർമുല ഓഫ് കാൽക്കുലേറ്റിംഗ് റിയലിസ്റ്റിക് ടൈം ഫ്രെയിം ഓഫ് പ്രൊജക്ഷൻ കംപ്ലീറ്റ് യൂസിങ് പേർട്ട്, ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി പെസിമിസ്റ്റിക് ടൈം അല്ലേ. O + 4m/p/6 നമ്മളെ അഡ്മിനിസ്ട്രേഷൻ നോട്ടിലുണ്ട് കേട്ടോ. ഇൻവെൻട്രി ശ്രിങ്കേജ് കേട്ടോ. ഇൻവെൻട്രി ശ്രിങ്കേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെൻട്രി കൊണ്ടുവരുന്നു, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ്, ലോഡിങ് ചാർജ് അല്ലേ. ലോഡിങ് ചാർജ് അങ്ങനെ വേസ്റ്റിംഗ് ഓഫ് മണി അല്ലേ. നമ്മൾ ഒരു ആക്ച്വൽ കോസ്റ്റ് കൂടാതെ നമ്മളത് കൊണ്ടുവരാനുള്ള കൂലി അല്ലേ. അപ്പോൾ അതാണ് ഇൻവെൻട്രി ശ്രിങ്കേജ് എന്ന് പറയുന്നത്. വേസ്റ്റിംഗ് ഓഫ് മണി അല്ലേ. കോസ്റ്റ് ഓഫ് പിലിഫറേജ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഇംപ്രൂവിങ് നോൺ പെർഫോമിംഗ് വർക്കർ അല്ലേ. നോൺ പെർഫോമിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം അല്ലേ. ട്രെയിനിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ്, അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ്, ഡാഷ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഹു വാണ്ട്സ് ടു ടേക്ക് ആൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഒരു എംപ്ലോയീസിനെ കൊണ്ട് അഡീഷണൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൂടുതൽ വേജസ് കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ റിവാർഡ്സ് കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ ഓഫറിങ് സംതിങ് എക്സ്ട്രാ, ദാറ്റ് ഈസ് ഓഫറിങ് ഓറിയൻറ്റേഷൻ ഓഫ് ലിവിങ് കണ്ടീഷൻസ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ, പഠിപ്പിക്കുന്ന സമയത്ത് അത് പറയാൻ വിട്ടുപോയി. അതെന്ന് വെച്ചാൽ ബെൽ കർവ്, നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോർമൽ പ്രോബബിലിറ്റി കർവിൽ ആ ബെൽ ഷേപ്പ്ഡ് കർവ് അല്ലേ, ഞാൻ പടമൊക്കെ വരച്ചായിരുന്നു, അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചാണ്. പക്ഷേ അതിൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ വിട്ടുപോയി. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. അടുത്ത് പഠിപ്പിച്ചതാണ് ഫോർമുല സ്റ്റാൻഡേർഡ് എറർ മീൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് സൈസ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എന്താണ് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് പഠിപ്പിച്ചതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ റൂട്ട് ഓഫ് സാമ്പിൾ മീനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഫോർമുല ഓഫ് സ്റ്റാൻഡേർഡ് എറർ മീൻ. നെക്സ്റ്റ്, ഐഡിയ ഓഫ് ഇമേജ് സ്പെഷ്യലി ഇൻറ്റൻഡ് ഫോർ ന്യൂ റിസർച്ച് യൂഷ്വലി അബ്സ്ട്രാക്ട് ഇൻ ദിസ് അല്ലേ. റിസർച്ച് അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ റിസർച്ചിൻ്റെ കോൺസെപ്റ്റ് അല്ലേ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രോസസ് ബൈ വിച്ച് എ ഡോമിനൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ദെയർ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓൺ അതേഴ്സ് അല്ലേ. പ്രോസസ് ബൈ വിച്ച് വിമനൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇംപ്രൂവ് ദെയർ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഇസ് കോൾഡ് എന്തെന്ന് പറയുന്നത്, നമുക്കതിനെ ഒരു സൊസൈറ്റിയൽ കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റിയൽ മെറ്റീരിയലിസം എന്ന് വിളിക്കാം കേട്ടോ. ഓൾറെഡി പഠിപ്പിച്ചില്ല, ക്വസ്റ്റ്യനിൽ എവിടെയോ കിടപ്പുണ്ട്, സോഷ്യോളജി. നെക്സ്റ്റ്, എ കൾച്ചറൽ തിയറി ചലഞ്ചസ് ദ ബൈനറി നോഷൻസ് ഓഫ് സെക്ഷുവാലിറ്റി ഇൻസ്റ്റെഡ് suggests that a sexualities are cultural construct. It is based on social functional theory. Next, the event, ഒരു event ആണ് ചോദിച്ചേക്കുന്ന, and perceived event that triggers a reaction in which people become excited to the point of losing their critical thinking ability and acting ഇറാഷണൽ അല്ലേ. ഇറാഷണലി ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ ദ ഇവൻറ്റ് ആൻഡ് പെർസീവ്ഡ് ഇവൻ്റ് എന്ന് എടുത്ത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ആൻസർ വയലൻസ് വരാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതിൽ രണ്ട് ഓപ്ഷൻ ഇതിൽ കൺഫ്യൂസിങ് ആണ്. ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഓൾസോ കറക്റ്റ് ആൻസർ കേട്ടോ. രണ്ട് ആൻസർ ഇതിനകത്ത് പ്രോബ്ലം ഉണ്ട്. എനിവേ രണ്ട് ക്വസ്റ്റ്യൻസിൽ ഏത് ആൻസർ വന്നാലും ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, എ ഫാക്കൽറ്റി ഓഫ് ഹ്യൂറിസ്റ്റിക് ബൈ വിച്ച് ഫിക്സേറ്റ് ഓൺ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം ടു ഫൈൻഡ് എ സൊല്യൂഷൻ അല്ലേ. ദാറ്റ് ഈസ് ആങ്കറിംഗ് ബയബ്സ് കേട്ടോ. ആങ്കറിംഗ് ബയബ്സ്. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റിംഗ് സ്കെയിൽ. സോഷ്യൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റിംഗ് സ്കെയിൽ ഈസ് ഡിസൈൻ ടു ഫോർ മെഷറിംഗ് ദ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. എനിവേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ ആൻസറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ
ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും, എന്നിരുന്നാലും ഒരു വലിയ വേരിയേഷൻ ഒന്നും കാണത്തില്ല കേട്ടോ. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചലഞ്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആൻസർ കീയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കമൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ അടുത്ത ഒരു ബാച്ച് 1-ാം തീയതി തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല, മീൻസ് ഉള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ പഠിപ്പിച്ചു തരും. കാരണം ഒരു നേഴ്സിംഗ് കോച്ചിങ് സെൻറ്റർ എപ്പോഴും ആഗ്രഹിക്കുന്ന എക്സാം ടഫ് ആവണമെന്നാണ് കേട്ടോ. കാരണം എക്സാം ടഫ് ആകുമ്പോഴാണ് നമുക്ക് കോച്ചിങ്ങിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. സിമ്പിൾ എക്സാം വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യും, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ സ്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള ടഫ് എക്സാം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് അല്ലേ. കാരണം നമ്മൾക്ക് ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കേട്ടോ, നമ്മൾ നോട്ട്സ് എന്നാണെങ്കിലും അല്ലെ ചെകഞ്ഞെടുത്ത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും അല്ലേ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ടഫ് എക്സാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിന് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഇപ്പം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈസ് ഡിസ്കസ് വിത്ത് ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. നമ്മുടെ അക്കാഡമിയിലെ സ്റ്റഡി മെറ്റീരിയൽസ് പ്ലസ് അതിനെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി നമുക്ക് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എനിവേ അധികം വേറൊന്നും എക്സാം എഴുതിയില്ല, എന്നിരുന്നാൽ പോലും നമ്മളൊരു റിസൾട്ടൊക്കെ നല്ലൊരു റിസൾട്ട് എല്ലാവരിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. If you have any doubts regarding the question discussion, please comment it. Thank you. I just signing out.